ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ SSC CGL 2020 വാട്ടർ സ്ട്രീം ആൻഡ് ഡ്രോപ്പിങ്ങിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബോട്ട് ക്യാൻ ഗോ 3.6 കിലോമീറ്റർ ഇൻ അപ് സ്ട്രീം ആൻഡ് 5.4 കിലോമീറ്റർ ഡൗൺ സ്ട്രീം 54 മിനിറ്റ്, വൈൽ ഇറ്റ് ക്യാൻ ഗോ 5.4 കിലോമീറ്റർ അപ് സ്ട്രീം ആൻഡ് 3.6 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 58.5 മിനിറ്റ്. ദ ടൈം ഇൻ മിനിറ്റ്സ് ടേക്കൺ ബൈ ദ ബോട്ട് ഇൻ ഗോയിങ് 10 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഐറ്റം അപ്സ്ട്രീം ഡൗൺ സ്ട്രീം. അപ്സ്ട്രീമിൻ്റെ കേസിൽ ആദ്യം 3.6 കിലോമീറ്റർ, രണ്ടാമത്തെ കേസിൽ 5.4 ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് 54 മിനിറ്റ്. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ച്, അടുത്ത കേസിൽ നേരെ തിരിച്ച് 5.4 ഇവിടെ, 3.6 ഇവിടെ, 58.5. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഷിഫ്റ്റിംഗ് മെത്തേഡ് ചെയ്താൽ മതി. ഷിഫ്റ്റിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ചെയ്യേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത രീതിയിൽ. ആദ്യം ഇവിടെ 3.6 ആയിരുന്നു, 5.4 ആയിരുന്നു, ഇപ്പം നേരെ തിരിച്ചിട്ട് 5.4 3.6 സെക്കൻഡ് കണ്ടീഷൻ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ട്രെൻഡ്, അതായത് ഇവിടെ 1.8 കുറഞ്ഞിരിക്കുന്നു. അല്ല, 1.8, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ 1.8 കുറഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ 1.8 കൂടി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ 4.5 മിനിറ്റ് കുറഞ്ഞു, അല്ലേ? അടുത്ത കേസിലും ഇവിടെ 1.8 കുറവായിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലാണെങ്കിൽ, അതായത് ഇവിടെ 3.6, അവിടെ അടുത്തതിൽ ഇവിടെ 3.6, ഇവിടെ 5.4, ഇവിടെ 5.4, അങ്ങനെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലാണെങ്കിലാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തതിൽ ഇവിടെ എന്തായിരിക്കും? 1.8 കൂടുതലായിരിക്കും. 1.8 കൂടുതലായിരിക്കും. 1.8 കൂടുതലാണെന്ന് പറയുമ്പോൾ എത്ര വരും? 7.2 വരും. ഇവിടെയാണെങ്കിലോ 4.5 മിനിറ്റ് കുറവായിരിക്കും. 4 മിനിറ്റ് കുറവാന്ന് പറയുമ്പോൾ എത്ര വരും? 49.5 എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്. ഇവിടെ ഓരോ തവണയും 1.8 കുറയും, ഇവിടെ ഓരോ തവണയും 1.8 കൂടും, ഇവിടെ ഓരോ തവണയും 4.5 കുറയും. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഡൗൺ സ്ട്രീം കണ്ടുപിടിക്കാനാണ്, അതായത് അപ് സ്ട്രീം 0 ആക്കണം. അപ് സ്ട്രീം 0 ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എഴുതി ചെയ്യാൻ നിൽക്കണ്ട. നമുക്കിവിടെ എന്തറിയാം? ഓരോ തവണയും 1.8 കുറയും എന്നറിയാം. അങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത് 3.6 ആണ്. അതിൽ നിന്ന് അതിനെ 0 ആക്കാനായിട്ട് ഈ 1.8 2 പ്രാവശ്യം കുറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം കുറയണമെങ്കിൽ ഇവിടെ 2 പ്രാവശ്യം കൂടണം. അത് മനസ്സിൽ വേണം. ഇവിടെ 2 പ്രാവശ്യം കൂടണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1.8 2 പ്രാവശ്യം കൂടണം. ഇനി ഇവിടെയും ടൈമിലും എന്ത് ചെയ്യണം? -4.5 2 പ്രാവശ്യം കുറയണം. ആ ഒരു രീതിക്കാണ് വരേണ്ടത്. അതായത് നമ്മളിപ്പോൾ അപ്സ്ട്രീമാണ് 0 ആക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അപ്സ്ട്രീമിലെ ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ 0 ആക്കുന്നുണ്ട്. അതിനുവേണ്ടി എനിക്കിത് 2 പ്രാവശ്യം കുറയണം. 1.8 വെച്ച് 2 പ്രാവശ്യം കുറയണം. ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. 1.8 കുറച്ചിട്ട് ഒരു വാല്യൂ കണ്ടുപിടിച്ചു, പിന്നെയും കുറച്ചിട്ട് കണ്ടുപിടിച്ചു. അതിന് പകരം എത്ര കുറയുന്നു, 0 ആക്കാൻ വേണ്ടി എത്ര കുറയുന്നു നോക്കണം. 2 പ്രാവശ്യം ആക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ 0 വരും. അപ്പോൾ ഇവിടെ എത്ര വരും? 1.8 × 2 3.6 കൂടും. 3.6 5.4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 9. ഇവിടെയാണെങ്കിലോ 4.5 × 2 9 കുറയും. 54 നിന്ന് 9 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 49. 54 നിന്ന് 9 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 45 എന്ന് പറഞ്ഞു കിട്ടും. 45. ഇതിനർത്ഥം ആ ഒരു ബോട്ടിന് 9 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് 45 മിനിറ്റ് എടുക്കുമെന്ന്. 9 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് 45 മിനിറ്റ് എടുക്കുന്ന. നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്ന 10 കിലോമീറ്റർ. വേണമെങ്കിൽ ഇവിടുന്ന് 1 യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് × 10 വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ 9 കിലോമീറ്റർ പോകാനായിട്ട് 45 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഉറപ്പായിട്ടും കൂടുതലല്ലേ വരുന്നത്. അപ്പോൾ 10/9 എടുക്കുക, × 45 ചെയ്യുക. അപ്പോൾ എത്ര വരും? 50 മിനിറ്റ്. അല്ലെങ്കിൽ 9 കിലോമീറ്റർ പോകാൻ 45 മിനിറ്റ്. അപ്പോൾ 1 കിലോമീറ്റർ പോകാൻ എത്ര മിനിറ്റ് എടുക്കും? 5 മിനിറ്റ്. സോ 10 കിലോമീറ്റർ പോകാൻ എത്ര മിനിറ്റ് എടുക്കും? 50 മിനിറ്റ്. ഈ ഒരു രീതിക്കും ചെയ്യാം. രണ്ടിൻ്റെയും കേസിൽ ആൻസർ സെയിം ആയിരിക്കും. എത്രയായിരിക്കും? 50 മിനിറ്റ് ആയിരിക്കും.